ഏറ്റവും ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, നമസ്കാരം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആവേശകരമായ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് വമ്പിച്ച വിജയം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അടയാളപ്പെടുത്തി. അതിൻ്റെ മഹാസന്തോഷം അനന്തപുരിയിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനം, ഭരണകൂടം നിലവിൽ വരുന്നു. അതുപോലെ അതിൻ്റെ മേയറായിട്ട്, നഗരപിതാവായിട്ട് BJPയുടെ പ്രിയങ്കരനായ VV രാജേഷ് ജി മേയറായി അധികാരമേറ്റെടുക്കുന്നു. അതുപോലെ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് ശ്രീമതി അധികാരമേറ്റെടുക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള, വലിയ ഒരു ആനന്ദമുള്ള സന്ദർഭവും സാഹചര്യവുമാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ വേളയിൽ ഞാൻ ആലോചിക്കുന്നത്, പാർലമെന്റിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 മെമ്പർമാർ മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടം, ശ്രീ അടൽ ബിഹാരി വാജ്പേയിജിയും ശ്രീ LK ലാൽകൃഷ്ണ അദ്വാനിജിയും എല്ലാ മെമ്പർമാരും വലിയ വലിയ വില കൂടിയ കാർ ഓടിച്ച് പാർലമെന്റിൽ വരുമ്പോ വില കുറഞ്ഞ സാധാരണ സൈക്കിൾ ഓടിച്ച് ഈ 2 മനുഷ്യന്മാർ പാർലമെന്റിലേക്ക് വന്ന് അതൊരു മരച്ചുവടിൽ ആ വണ്ടി ഞാത്തിയിട്ട് പാർലമെന്റിലേക്ക് വന്ന് പാർലമെന്റ് സംഭാഷണങ്ങളിൽ, അവിടെയുള്ള പ്രഭാഷണങ്ങളിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിജി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, ശാന്തനായിട്ട് അദ്ദേഹത്തിന്റെ സംസാരം അങ്ങനെയാണ് അധികവും. അദ്ദേഹം സംസാരിക്കുക, ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ എന്ന് അടൽജി പറഞ്ഞ് തുടങ്ങിയതും സഭയിൽ കൂട്ടച്ചിരിയാണ്. പരിഹസിച്ച് കളിയാക്കി, ഈ മറ്റുള്ള സഭയിലുള്ള ആളുകളൊക്കെ പരിഹസിച്ച് കളിയാക്കി ചിരിക്കുക. നിങ്ങൾ 2 ആളുകൾ നിങ്ങൾക്ക് അധികാരത്തിലെത്തിയേ, എന്താ നിങ്ങൾ പറയുന്നത്, എന്താ നിങ്ങൾ സ്വപ്നം കാണുകയാണോ എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ ശ്രീ അടൽ ബിഹാരി വാജ്പേയിജി പറഞ്ഞു, ശാന്തനായി അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ നിസ്സഹായനാണ്. പക്ഷേ ഒരു നാളെ ഒറ്റക്ക് ഭൂരിപക്ഷം നേടി ഞങ്ങൾ വരും. അന്നത് കാണാൻ ഒരു പക്ഷേ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സഭയിൽ തല കുനിച്ച് നമ്രശിരസ്കരായി ഇരിക്കാൻ നിങ്ങളിൽ പലരും അന്നുണ്ടാവും എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഈ വേളയിൽ ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 മെമ്പർമാരിൽ നിന്ന് പാർലമെന്റിനെ ഒറ്റക്ക് ഭരിക്കാൻ കഴിയുന്ന ശക്തിയിലേക്ക്, ശൈലിയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് നടന്ന് കയറാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് കേരളമാണ്, അൽ കേരളം, ഇവിടെ BJP വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവർ, അങ്ങനെയൊക്കെ പ്രസംഗിച്ചിരുന്നവർ, അങ്ങനെയൊക്കെ കണക്കുകൾ കൂട്ടിയിരുന്നവർ, അവരുടെ മുമ്പിലാണ് അനന്തപുരിയിൽ, ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ, അതിന്റെ നഗരപിതാവായി കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശക്തമായ, വളരെ ശക്തമായ, അഭിമാനദായകമായ ഒരവസ്ഥയാണ് ഈ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൈവന്നിരിക്കുന്നത്. 2000-ലധികം ജനപ്രതിനിധികളെയാണ് നാം വിജയിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ. BJPക്ക് അന്യമാണ് കേരളം എന്ന് പറയുന്ന ഈ അൽ കേരളത്തിൽ കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലാം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന മുഖ്യ പ്രതിപക്ഷത്തുള്ള ഒട്ടനവധി അംഗങ്ങളെ വിജയിപ്പിച്ചെടുത്ത ഒരവസ്ഥയിലൂടെയാണ് വർത്തമാനകാല കേരളം, അതിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മലയാളികളോട്, അതുപോലെ മൈനോറിറ്റി സമൂഹങ്ങളോട്, ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളോട്, എല്ലാവരോടും എനിക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്, ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഇത് BJPയാണ്. ഭാരതീയ ജനതാ പാർട്ടി വരില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന കേരളത്തിൽ തലസ്ഥാന നഗരി, ഞാൻ ആവർത്തിച്ച് പറയാ, എന്റെ ഒരു സന്തോഷം, തലസ്ഥാന നഗരി ഞങ്ങൾ കൈയടക്കിയിരിക്കുന്നു.
വിജയിച്ചിരിക്കുന്നു. തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ ഇതാ ഈ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ വികസനം ഇനി BJP-ക്കാർ നോക്കട്ടെ. ഈ നാട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മുന്നേറട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ, ശ്രീ നരേന്ദ്രമോദിജി ലോകത്തിന്റെ നേതാവായി ഇന്ന് വാണരുളുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അനന്തപുരിയിൽ വരും. വികസന വിപ്ലവങ്ങൾക്ക് അശ്വമേധ യാഗത്തിന്റെ പ്രാരംഭം അദ്ദേഹം കുറിക്കും. ആ പറയുന്ന അനന്തപുരിയിൽ നിന്ന് തുടർന്ന് വരുന്ന ഈ വിജയത്തിന്റെ പ്രവാഹം അത് കേരള സംസ്ഥാനമൊന്നടങ്കം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രചണ്ഡമായ പ്രചാരവേലകളിലൂടെ പ്രബുദ്ധരായ മലയാളികൾ എന്ന് ഇനിയാണ് മലയാളിയുടെ പ്രബുദ്ധത അടയാളപ്പെടുത്തേണ്ടത് ഇനി മുതലാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ സമാഗതമാകുമ്പോ അതിനുവേണ്ടി ഞാൻ BJP-ക്കാരോട് വളരെ സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ലഭ്യമായ വിജയത്തിന്റെ അതിന്റെ ഒരു മനോഹാരിതയിൽ അതിൽ മയങ്ങി നിൽക്കാതെ അതിശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ശക്തമായ പ്രചണ്ഡമായ പ്രചാരവേലകളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഈ നാടിന്റെ വികസനത്തിന്റെ ഔന്നിത്യത്തിന്റെ ഈ നാടിന്റെ പുതിയ പ്രവാഹത്തിന്റെ വഴികൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. എല്ലാവരോടുമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാതെ ഈ നാടിന് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ നാട്ടിൽ കൃഷിയും വ്യാപാരവും വ്യവസായവും എല്ലാം ഔന്നിത്യത്തിൽ നിന്ന് ഔന്നിത്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്വയം പര്യാപ്തതയിൽ ഈ നാടിന് മുന്നോട്ട് പോവാൻ അതിനുള്ള ഏകമാർഗം, ഒരേ ഒരു പോംവഴി ഭാരതീയ ജനതാ പാർട്ടിയിൽ ശ്രീ പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ഈ പാർട്ടിയുടെ കൂടെ അണിചേരുക. അതിശക്തമായി ഈ നാട് നമ്മൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും എല്ലാ തരത്തിലുമുള്ള വൈജാത്യങ്ങളും വൈചിത്ര്യങ്ങളും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അണിചേരുക, ഒന്നിച്ചു ചേരുക. ഈ സന്തോഷവേളയിൽ അനന്തപുരിയുടെ അധികാരം നമ്മുടെ കൈക്കുമ്പിളിൽ നിക്ഷിപ്തമായ ഈ വേളയിൽ എല്ലാവരോടും സ്നേഹപുരസ്സരം സ്നേഹപൂർവം എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വിജയത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടായ ആനന്ദം അത് പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്, ജയ്